എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കൂവ എങ്ങനെ നമുക്ക് പൊടിയാക്കാം എന്നുള്ള, ഇടിച്ച് പിഴിഞ്ഞ് പൊടിയാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇത് 1/2 കിലോ കൂവയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ 1/2 കിലോ കൂവ കൊണ്ട് എത്ര പൊടി ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ അവസാനം കാണുന്നതായിരിക്കും. കാരണം മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് എത്ര കിട്ടും എന്നുള്ളത് മനസ്സിലാവുള്ളൂ. സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണണം. ഇതിന് കുറച്ച് പണിയുണ്ട്, അത്ര എളുപ്പത്തിലാക്കാൻ പറ്റുന്നതല്ല, കുറച്ച് പണിയെടുക്കണം. അതിപ്പോൾ ഓരോന്നായ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി കളയാം. ഇങ്ങനെ ഓരോ കൂവിയും എടുത്ത് അതിൻ്റെ എല്ലാ തൊലികളും കളഞ്ഞ് ഇങ്ങനെ വൈറ്റ് കളർ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. എന്നിട്ടൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൻ്റെ അകത്തേക്കാണ് ഇടേണ്ടത്. നമ്മൾ ഒരു വെള്ളത്തിൽ കഴുകിയാൽ പോരാ, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ തന്നെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് തന്നെ കാണണം. ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ തൊലി കളയുന്നത്. ഞാനിതിൻ്റെ അകത്ത് കാണിക്കുന്നത് 1/2 കിലോ കൂവയാണ്. ഞാനിത് തളിപ്പറമ്പ് ടൗണിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. കുറേ സ്ഥലത്ത് അന്വേഷിച്ച് അവസാനമാണ് തളിപ്പറമ്പ് ടൗണിൽ നിന്ന് കിട്ടിയത്. ഇതിൻ്റെ ഏറ്റവും ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ വയറ് എരിച്ചൽ, അതിനൊക്കെയാണ് ഈ കൂവയുടെ പൊടി നമുക്ക് ഉപകാരമായിട്ട് മാറുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ ഈ വയറെരിച്ചലൊക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും മുഴുവനായിട്ട് തന്നെ കാണണം. ഇത്രയും 1/2 കിലോ കൂവയുടെ തൊലിയാണിത്. ഇതിനിപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് നമ്മൾക്കൊന്ന് ഒരിക്കൽ കഴുകിയെടുക്കണം. ഇതുപോലെ നല്ലോണം കഴുകി നല്ല വെള്ള കളർ, അതിൻ്റെ അഴുക്കൊക്കെ പോയി ഇങ്ങനെ വെള്ള കളർ കാണണം. ഇനി ഒരു വെള്ളത്തിലും കൂടി കഴുകണം. മറ്റൊരു പാത്രത്തിൽ ഇതുപോലെ വെള്ളമെടുത്ത് അതിലേക്കാണ് നമ്മൾ ഇടേണ്ടത്. അങ്ങനെ രണ്ടോ മൂന്നോ വെള്ളത്തിൽ കഴുകി അത്രയും നല്ലത്. നമ്മളിപ്പോൾ മൊത്തത്തിൽ 3 വെള്ളത്തിലാണ് കഴുകിയത്. ഇനി അതിൽ നിന്ന് നല്ലവണ്ണം ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നല്ലവണ്ണം കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇതുപോലെ ചെറുങ്ങനെ ആയിട്ട് നമുക്ക് ആ കൂവയെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, എന്നാലും ഇതുപോലെ കട്ട് ചെയ്താൽ കുറച്ചും കൂടി സുഖം. കാരണം ഇത് നമ്മളിനി മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതുപോലെ ആയാൽ കുറച്ചും കൂടി എളുപ്പമാണ്. എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്തപ്പോൾ ഇത്ര പോരെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഞങ്ങൾ അടിച്ചെടുത്തത് ഇതുപോലെയാണ് കിട്ടുക. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടണം. ഒരു 2 ട്രിപ്പ് അടിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ 2 ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒരിക്കലും കൂടി അടിച്ചെടുത്ത ശേഷം ആ പാത്രത്തിലേക്ക് ഇടുക. ഞങ്ങൾ രണ്ടാമതും അടിച്ചെടുത്ത് അതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ആ ജാറിലേക്ക് അതിൻ്റെ അകത്തെ പറ്റൊക്കെ കിട്ടാൻ വേണ്ടി അതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം.
അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പറ്റൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇതുപോലെ ഒഴിക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർക്കണം. ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസോളം വെള്ളം കൂടി ചേർക്കണം. ഇത്ര പോരെ, ഞങ്ങൾ എടുത്ത് അത്ര പോരെ ചേർത്ത ശേഷം കൈവച്ച് നന്നായി ഇതുപോലെ ഇളക്കി നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ തന്നെ പിഴിയണം. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് ഒരു നാടൻ മരുന്നാണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൊടിയൊക്കെ കെമിക്കലൊക്കെ ആയിട്ടുള്ളതായിരിക്കും. ഇതാകുമ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ തന്നെ ആക്കുന്നതല്ലേ, ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കണം. ഇതുപോലെ ചെയ്യുക. ഞങ്ങൾ ഫസ്റ്റ് കുറച്ചൊരു വലിയ അരിപ്പയിലാണ് അരിച്ചത്. ഞങ്ങൾ വീണ്ടും ചെറിയൊരു അരിപ്പയിൽ അരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇതാദ്യം ഇതുപോലെ അരിച്ചെടുക്കുക. ഒരു 2-3 പ്രാവശ്യം അരിക്കാനുണ്ടാവും. ഞങ്ങൾക്കൊരു 3 പ്രാവശ്യത്തോളം ഉണ്ടായിനി. അതുകൊണ്ട് ഇതുപോലെ അരിച്ച ശേഷം ഇത് നമ്മൾ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചണ്ടി എന്നാണ് പറയാം ഞങ്ങൾ. അതാണ്. അതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഇതുപോലെ പിഴിഞ്ഞ് ആ വെള്ളം എടുക്കണം. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ഒരിക്കൽ കൂടി അരിക്കുക. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 3 പ്രാവശ്യം തന്നെ ഉണ്ട്. 3 പ്രാവശ്യം ആയി അരിച്ചെടുത്ത ശേഷം ഇത് നല്ല വെയിലുള്ള ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ കൂവയുടെ സീസൺ എന്ന് വെച്ചാൽ ഡിസംബർ കാലഘട്ടത്തിൽ നിന്നാണ്. അവിടുന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ അവിടുത്തെ കടക്കാരൻ പറഞ്ഞത് അങ്ങനെയാണ്, അതിൻ്റെ സീസൺ ഇപ്പോഴാണെന്നാണ് പറഞ്ഞത്. എല്ലാ സമയത്തൊന്നും ഇത് കിട്ടൂല. നമ്മൾ മൊത്തത്തിൽ അരിച്ചെടുത്തപ്പോൾ ഇത്ര പോരെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് സ്പൂണ് വെച്ച് ഇളക്കുക. ഇപ്പോൾ തന്നെ കളർ ചേഞ്ചിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല വെള്ള കളറായിട്ടുണ്ട്. ഇതുപോലെ നന്നായി ഇളക്കിയ ശേഷം ഇതുപോലുള്ള ഈ അരിപ്പ വെച്ചിട്ടാണ് അരിക്കേണ്ടത്. ഒരിക്കൽ കൂടി ഇതുപോലെ അരിച്ചെടുക്കുക. നന്നായി അരിച്ച ശേഷം കണ്ടോ, അതിൻ്റെ അകത്തും കുറച്ച് അതിൻ്റെ ചണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ അരിച്ചെടുത്ത് രണ്ടാമത്തെ അരിവിൽ വന്നു. അതിന് ശേഷം നമ്മളിതിനെ, ഞാൻ പറഞ്ഞില്ല വെയിലുള്ള സമയത്തേ വെക്കാൻ പറ്റും, വെയിലത്താണ് വെക്കേണ്ടത്. നല്ല വെയിലുള്ള സ്ഥലത്ത് ഇത് ഒരു പാത്രത്തിലാക്കി ഇതുപോലെ ആക്കി വെക്കുക. ഇതിന് നമ്മളൊരു ഷോൾ, ഈ നെറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഷാളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, നെറ്റിൻ്റെ ഷാളാണ്. അപ്പോൾ നല്ല അതിൻ്റെ അകത്തൊന്നും പൊടികളോ കാര്യങ്ങളോ ഒന്നും വീഴില്ല, നല്ലോണം വെയിലും തട്ടും. ഇതുപോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്ന് നോക്കണം. ഇനി നമ്മളിതാ ഈ മുകളിൽ കാണുന്ന ആ ചുവന്ന വെള്ളം നമ്മളിനി ഊറ്റിക്കളയാണ് വേണ്ടത്. അപ്പോൾ അടിയിൽ അതിൻ്റെ കൂവയുടെ പൊടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ ആദ്യം ഈ വെള്ളം ഊറ്റി നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതുപോലെയാണ് ചെയ്യേണ്ടത്.
ഇതാ ഇതുപോലെ ഊറ്റുക. ഇതാ അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കണ്ടോ വെള്ള ദ്രാവകം പോലെ വരുന്നത്, അത് പോകാൻ പാടില്ല. മെല്ലെ ഇതാ ഇതുപോലെ ഊറ്റിക്കളയാം. ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മൾ വെയിലത്ത് വയ്ക്കുന്നുണ്ട്. ഒരു 3-4 പ്രാവശ്യത്തോളം വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നതാണ്. ഇത് ഫസ്റ്റത്തെ സ്റ്റെപ്പാണ്. ഇത് ആ വെള്ളപ്പൊടി ഇങ്ങനെ ഇളകാൻ പാടില്ല, അവിടെ തന്നെ ഉറച്ചു നിന്നാലാണ് അതിൻ്റെ ഫൈനൽ ആവുന്നത്. ഇതിപ്പോൾ അതിൻ്റെ അകത്ത് ഇളകുന്ന കണ്ടില്ല. അപ്പോൾ ഇത് വീണ്ടും വെയിലത്ത് വെച്ചു. ഞങ്ങളൊരു അരമണിക്കൂറോളം വെയിലത്ത് വെച്ച ശേഷമാണ് വരുന്നത്. ഇതിപ്പം രണ്ടാമത്തെ തവണയാണ് നമ്മൾ വെള്ളം വീണ്ടും ഇതുപോലെ ഊറ്റിക്കളയണം. അരമണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വന്നത്. വെയിലില്ലാത്തപ്പോൾ എന്ത് തന്നെയാലും ചെയ്യാൻ പാടില്ല, നല്ല വെയിലുള്ള സമയത്തേ ചെയ്യാൻ പറ്റൂ. വീണ്ടും ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം. ഈ മുകളിൽ കാണുന്ന ചുവന്ന വെള്ളം ഊറ്റിക്കളയണം. അതപ്പോൾ മുഴുവനായിട്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി വെക്കുകയാണ്. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വെക്കുന്നത്. എന്ത് തന്നെയായാലും ഇതുപോലെ നെറ്റുള്ളത് ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ നല്ല പൊടികളോ കാര്യങ്ങളോ ഒന്നും വീഴില്ല. ഇതിപ്പോൾ ഫൈനലായിട്ട് നോക്കുകയാണ്. ഈ പ്രാവശ്യം കൂടി അതിൻ്റെ വെള്ളം മുഴുവനായിട്ട് കളയാൻ പോവുകയാണ്. അതിന് ശേഷം മുഴുവനായിട്ട് പോയപ്പോഴുള്ള ഫൈനൽ ഭാഗമാണിത്. ഇനി ഇതും നമ്മുടെ വെയിലത്ത് തന്നെ വെക്കണം. ഇനി വെള്ളം ഊറ്റി കളയേണ്ട ആവശ്യമില്ല. ഇതിനിപ്പോൾ കുറച്ച് പൊടിയായിട്ട് വരേണ്ടതുകൊണ്ട് നമ്മളിനി ഇതും വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. ഇനി ഇത് പൊടിയായിട്ടാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ചെറുങ്ങനെ വെള്ളത്തിൻ്റെ പറ്റുണ്ട്, പക്ഷേ ഇനി നമുക്ക് കുറച്ചും കൂടി വെയിലത്ത് വെച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണില്ല, പൊടിയായിട്ട് തന്നെ കിട്ടും. മറ്റു പൊടികളൊന്നും വീഴാതിരിക്കുന്നത്. ഇപ്പോൾ പൊടിയായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മളതിന് ശേഷം ഒരു 3 മണിക്കൂറോളം വെയിലത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമാണ് എടുത്തത്. ഇതിപ്പോൾ പൊടിയാണ്. ഇനിയിപ്പോൾ പിറ്റത്തെ ദിവസം നമ്മൾ ഒരിക്കലും കൂടി അത് വെയിലത്ത് വെക്കണം. നല്ല മിനുസുള്ള പൊടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ നനവ് ഉണ്ടാവില്ല, കാരണം നമ്മളിപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് അത് കഴിഞ്ഞത്. ഇപ്പോൾ നമ്മളെന്നിട്ട് എടുത്തു. പിറ്റത്തെ ദിവസം ഒരു മണിക്കൂറാ മറ്റേ വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ എടുത്തു. നല്ല മിനുസുള്ള പൊടിയായി കിട്ടി. 1/2 കിലോ കൂവ പൊടിച്ചപ്പോൾ കിട്ടിയതാണ്. ഇത്ര പൊടിയേ കിട്ടിയുള്ളൂ, വളരെ കുറച്ചേ കിട്ടുള്ളൂ. നമ്മൾ 1/2 കിലോ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.